السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. നോമ്പ് തുറയോടടുത്ത ഈ സമയത്ത് കുറച്ച് സമയടയിൽ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം എഴുന്നേറ്റുന്നതാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളവറുകളുടെ നേതൃത്വത്തിൽ ദുആ ഇവിടെ നടക്കാനിരിക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ അതിൻ്റെ ആദ്യ 10 പൂർത്തിയായി രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. റമളാനിൻ്റെ മഹത്വത്തോട് നിരക്കാത്ത സമീപനങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാപ്പ് ചെയ്യുമാറാവട്ടെ. ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് നമ്മുടെ പള്ളിയിൽ ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവസ്ഥയും മറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി വല്ല സഹായവും ആഗ്രഹിച്ചുകൊണ്ട് വന്നതായിരിക്കുമെന്ന്. നേരെ നടക്കാൻ കഴിയുന്നില്ല, 2 കൈകളും ഇങ്ങനെ കുഴഞ്ഞതായ അവസ്ഥയിലാണുള്ളത്. പക്ഷെ അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അങ്ങനെ സഹായമൊന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, നിങ്ങളെവിടെയാണ്, കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാടും പേരൊക്കെ പറഞ്ഞു. ശേഷം അദ്ദേഹം പറഞ്ഞു, 2 വർഷമായി എന്നെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാനിങ്ങനെ എനിക്കൊരു പ്രത്യേകമായ രോഗം പിടിപെട്ടപ്പോൾ അവരാരും എന്നെ വേണ്ട രീതിയിൽ എനിക്ക് ആവശ്യമായ പരിചരണങ്ങളൊന്നും നൽകുന്നില്ല. പക്ഷേ എൻ്റെ റബ്ബ് എന്നെ കൈവടിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 2 വർഷമായി എനിക്ക് ആരുമില്ല, ഞാൻ ഏതെങ്കിലും പള്ളികളിലൊക്കെ പോയി മക്കാമിലൊക്കെ പോയി സിയാറത്ത് ചെയ്ത് ചിലപ്പോൾ ഒരു ദിവസം അവിടെ താമസിക്കും. അങ്ങനെ ആ നിലക്ക് ഇവിടെ ഒരു സിയാറത്തിന് വേണ്ടി വന്നതാണ്. പക്ഷെ ഞാൻ എവിടെയും പോയിട്ട് എനിക്കിങ്ങനെ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ ആരോടും എൻ്റെ പ്രയാസങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ അത് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇങ്ങനെ നടന്നു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഞാൻ ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, അജബൽ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം വലിയ അത്ഭുതമാണ്. കാരണം തങ്ങൾ വിശദീകരിച്ചു, അവനെന്തെങ്കിലും പ്രയാസമുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ, രോഗങ്ങളോ ദാരിദ്ര്യമോ പട്ടിണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അവൻ ക്ഷമിക്കും. ക്ഷമിച്ചാൽ ആ ക്ഷമയുടെ പേരിൽ വലിയ പ്രതിഫലം അള്ളാഹു അവന് നൽകും.
ഇനി സന്തോഷകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ ശരിയായ മൂമിനായ മനുഷ്യൻ ഈ സന്തോഷം തനിക്ക് ലഭ്യമായത് ആരിൽ നിന്നാണ് എന്ന് തിരിച്ചറിയുകയും ആ സന്തോഷത്തിൻ്റെ ദാതാവിന്, അള്ളാഹുവിന്, സൃഷ്ടാവായ റബ്ബിന് നന്ദിബോധത്തോടുകൂടി ആ ലഭ്യമായ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും. അതിലൂടെ അതും അവന് പരലോകത്ത് വലിയ നേട്ടമായി മാറും. ശരിയായ ഈമാൻ ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ ഭൗതികമായ ജീവിതത്തിൽ അവന് ലഭ്യമാകുന്നത് എന്തും, ചിലർക്ക് അല്ലാഹു ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും നൽകും. ഈമാൻ ഉൾക്കൊണ്ട ഒരാൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഇത് എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ഞാൻ ഈ പ്രതിസന്ധിയെ ഏത് രീതിയിലാണ് നേരിടുന്നത് എന്ന പരിശോധനയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു എനിക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ തന്നിട്ടുള്ളത്. ഇനി വലിയ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകി ഒരാൾക്ക് ലഭ്യമായാൽ അയാൾ അതിനെ ഉൾക്കൊള്ളേണ്ടത്, ഈ സൗകര്യങ്ങളെല്ലാം എനിക്ക് അല്ലാഹു തന്നത് ഇത് എൻ്റെ സ്വന്തം അല്ല എന്ന തിരിച്ചറിവ് ഒരാൾക്കുണ്ടാവുകയും ഇതെല്ലാം അല്ലാഹുവാണ് എനിക്ക് അനുവദിച്ചത് എന്ന ബോധം ഉണ്ടാവുകയും ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തന്ന റബ്ബ് പൊരുത്തപ്പെടുന്ന വിധത്തിൽ ചെലവഴിക്കണം എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ എന്ന പരിശോധനയാണ് എൻ്റെ ഈ ഐശ്വര്യപൂർണമായ ഈ ജീവിതം എനിക്ക് അല്ലാഹു നൽകിയതിലൂടെ നടക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ മൂമിൻ. ഹദീസുകളിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ ജഅൽ ലി റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂത. അല്ലാഹുവേ, ആലു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫാമിലിക്ക്, ആ നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ റിസ്ഖ് അത് നീ ഖൂത്ത് ആക്കണേ. വേറെ റിവായത്തിൽ കാണാം കഫാഫാക്കണേ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കും എൻ്റെ ഫാമിലിക്കും വലിയ ദാരിദ്ര്യം ഉണ്ടായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആശ്രയിക്കേണ്ട, യാചിക്കേണ്ട, നിന്റെ സൃഷ്ടികളിൽപ്പെട്ട മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു ഗതി എൻ്റെ കുടുംബത്തിന് നീ നൽകരുതേ. അതേ സ്ഥാനത്ത് വലിയ അളവിൽ സമ്പത്തുണ്ടായിട്ട് ആ സമ്പത്ത് ലഭ്യമായപ്പോൾ ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുമാറ് അമിതമായ സമ്പത്ത് നൽകിയും എൻ്റെ കുടുംബത്തെ നീ പരീക്ഷിക്കരുത്, പരിശോധിക്കരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആയിട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാം. ആലു മുഹമ്മദിൻ്റെ റിസ്ഖ് നീ കഫാഫ് ആക്കണേ. കഫാഫ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റുള്ളവരെ ആശ്രയിക്കാതെ എൻ്റെ കാര്യത്തിന് ഞാൻ മറ്റുള്ളവരെ യാചിച്ച് അവരെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ ഇല്ലാതെ, എന്നാൽ നാളത്തേക്കൊന്നും മിച്ചം വരാതെ അന്നന്നത്തെ കാര്യം ഇങ്ങനെ നടന്നു പോകണേ എന്നാണ് ദുനിയാവിൻ്റെ വിഷയത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് തൻ്റെ കുടുംബത്തിന് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. അഥവാ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടില്ലാതെ, എന്നാൽ വലിയ സാമ്പത്തികമായ ഒരു സാഹചര്യമുണ്ടായി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകേണ്ട, അതിൻ്റെ
പരിപാലിക്കാൻ വേണ്ടി അതിൻ്റെ ആളായി മാറുന്ന അവസ്ഥ എൻ്റെ കുടുംബത്തിന് നീ നൽകരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതായി കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ഈ ദുനിയാവിലെ ഐശ്വര്യത്തിന്, സാമ്പത്തികമായ അഭിവൃദ്ധിക്ക്, ദുന്യവിയായ നേട്ടങ്ങൾക്ക് ഒരു കൊതുകിൻ്റെ അല്ലെങ്കിൽ ഈച്ചയുടെ വില അള്ളാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു മുറുക്ക് വെള്ളം അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ഒരാൾക്ക് ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ബിസ്മി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ 2 നാമങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളുക. ഒന്ന് റഹ്മാൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിച്ച ആളുകൾക്കും അള്ളാഹുവിനെ അംഗീകരിക്കാത്ത അള്ളാഹു എന്ന ഒരു ശക്തി തന്നെ ഇല്ല എന്ന് നിഷേധിക്കുന്ന ആളുകൾക്കും ഭൗതികമായ ലോകത്ത് അള്ളാഹു അവൻ മുസ്ലിമാണ് അല്ലെങ്കിൽ അമുസ്ലിമാണ്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാണ് എന്ന വേർതിരിവില്ലാതെ ഭൗതികമായ വിഭവങ്ങൾ നൽകുന്നവൻ, ഭൗതിക ലോകത്ത് വിഭവങ്ങൾ അനുവദിക്കുന്നവൻ എന്നാണ് റഹ്മാനിൻ്റെ അർത്ഥം. അഥവാ ഈ ഭൗതികമായ ലോകത്തിന് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ വല്ല മൂല്യവും അള്ളാഹു കൽപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന ആൾക്ക് അള്ളാഹു അത് നൽകുമായിരുന്നില്ല. അപ്പോൾ അതിന് വലിയൊരു വില അള്ളാഹിൻ്റെ അടുക്കൽ ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് പോലും ഭൗതികമായ സൗകര്യങ്ങൾ അള്ളാഹു അനുവദിച്ചു നൽകിയത് എന്ന് ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ വഴിയിൽ കണ്ടു ഒരു ആട് ചത്ത് കിടക്കുന്നു. ആ ചത്ത ആടിനെ നോക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കൂടെയുള്ള സഹാബത്തിനോട് ചോദിച്ചു. ഒരു വില പറഞ്ഞിട്ട് ആ വില പറഞ്ഞിട്ട് ഇത്ര വിലക്ക് ഇത് ആരെങ്കിലും വിലക്കെടുക്കുമെന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, ചത്ത ആടിനാരാ വിലക്കെടുക്കുക? സന്ദർഭോചിതമായി കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈലിയാണ്, അധ്യാപന രീതിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൽ എല്ലാത്തിനും മാതൃകയുണ്ട്. സന്ദർഭോചിതമായി അള്ളാഹുവിൻ്റെ റസൂൽ കാര്യം പഠിപ്പിച്ചു. ഈ ചത്ത ആടിൻ്റെ വില പോലും ഞാൻ ഈ ദുനിയാവിന് കൽപ്പിക്കുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സന്ദർഭോചിതമായി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബി പഠിപ്പിച്ചു. അപ്പോൾ ഭൗതികമായ ലോകത്ത് നേരിടുന്ന എന്തിനേയും നാം ഉൾക്കൊള്ളേണ്ടത് ഇത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് നൽകിയ, നമുക്ക് ലഭ്യമായ അതാണ്. അത് പ്രയാസമാണെങ്കിൽ അതിനെ തരണം ചെയ്യുക, സന്തോഷമാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് നൽകിയതാണ് എന്ന നന്ദിബോധത്തോടു കൂടി കാണുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. ഈമാൻ കൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന മാനസികമായ സന്തോഷവും സമാധാനവുമാണ്. ആ സന്തോഷവും സമാധാനവും ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ, അദ്ദേഹത്തിന് നേരെ നടക്കാൻ കഴിയണില്ല, ഒരു പതറീച്ച ഇല്ലാതെ പറഞ്ഞത് എൻ്റെ റബ്ബ് 2 കൊല്ലമായിട്ട് എന്നെ കൈവടിഞ്ഞിട്ടില്ല. അള്ളാഹു ശരിയായ ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.